ലിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചതായിട്ട് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ ഈശോ പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിലെ ശാഖകളുമാണെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മുന്തിരിച്ചെടിയോട് ഈശോ ഉപമിക്കുകയാണ്. ഈശോ പറയുകയാണ്, തായ്തണ്ടായ എന്നോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. സാധാരണ രീതിയിൽ നമുക്ക് അറിയാവുന്ന ഒരു ഉപമയാണ്. മുന്തിരിച്ചെടിയിൽ നിന്നും അതിന്റെ ഒരു ശാഖയെ നമ്മൾ വെട്ടിമാറ്റിയാൽ ആ വെട്ടിമാറ്റപ്പെട്ട ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതായത് ഈ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയെ പോലെ നമ്മളും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുന്നവരാകണം എന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസിനെ നമ്മളോട് പറയുന്നത്. പൗലോസിലെ കൊറിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ പൗലോസിനെ നമ്മളോട് പറയുകയാണ്, ശരീരത്തിലെ അവയവങ്ങള് പരസ്പരം കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ നമ്മളും ക്രിസ്തുവാകുന്ന ശരീരത്തില് പരസ്പരം അവയവങ്ങൾ എന്ന പോലെ പരസ്പരം കണക്റ്റഡ് ആയിരിക്കണമെന്ന് പൗലോസിനെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ചുരുക്കത്തില് ഇന്നത്തെ 2 വായനകളും നമ്മൾ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഈ തായ്തണ്ടിനോട് ചേർന്ന് നിന്നാലേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈശോയാകുന്ന മുന്തിരിച്ചെടിയില് ആ ചെടിയോട് ചേർന്ന് നിൽക്കുന്ന തണ്ടുകളാകാനായിട്ട് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുന്നവരാകാനായിട്ട് ഒരു പ്രമുഖയായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.